ഹായ് ഹലോ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും മോംസ് വേഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് നല്ല കറുമുറാന്നുള്ള ഒരു മുറുക്കുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം നമുക്ക് മിക്സിയിലെ ചെറിയ ജാർ എടുത്ത് വയ്ക്കാം. അതിലേക്ക് ഞാനിവിടെ 1 കപ്പ് അവൽ എടുക്കുന്നുണ്ട്. ആ അവലിട്ട് കൊടുക്കുക. ഏത് കപ്പിലാണോ നമ്മൾ അവലെടുക്കുന്നത് അതേ കപ്പിൽ 1/2 കപ്പ് പൊട്ടുകടല ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് നമുക്ക് നല്ല ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഇതാ ഞാനത് പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ 1 ഗ്ലാസ് എടുക്കുന്ന അങ്ങനെ 2 ഗ്ലാസ് എടുക്കുവാണെങ്കിൽ 1 ഗ്ലാസ് പൊട്ടുകടല എടുക്കണം. അത് കൊണ്ടുവന്ന് ഒരു പാത്രത്തിൽ തട്ടിയതിന് ശേഷം നമുക്ക് അതേ കപ്പിൽ തന്നെ 2 കപ്പ് അരിപ്പൊടി, നമ്മൾ ഇടിയപ്പത്തിനൊക്കെ ഉപയോഗിക്കുന്ന അരിപ്പൊടിയില്ലേ, അത് 2 കപ്പ് എടുത്തിട്ടുണ്ട്. 2 കപ്പ് എടുക്കുക. ഇപ്പോൾ 2 കപ്പ് അരിപ്പൊടി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂണ്, ഇച്ചിരി കൂടിയാൽ 1.5 ടീസ്പൂൺ വരെ ഇടാം കേട്ടോ. അതിലേക്ക് നമുക്ക് കറുത്ത എള്ള് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം 1 ടീസ്പൂണോളം അയമോദകം, അത് നല്ല മണമൊക്കെ അറിയാമല്ലോ, അയമോദകം അതെടുത്ത് നമുക്ക് നല്ല അതിൻ്റെ മണം കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് കൈ കൊണ്ട് നല്ലപോലെ ഒന്ന് ഞെരടി അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് വയറ്റിനൊക്കെ നല്ലതല്ലേ, എള്ള് നമ്മുടെ ശരീരത്തിനൊക്കെ നല്ലത്. അപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടാക്കുക, നമ്മൾ അതനുസരിച്ച് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ഉണ്ടാക്കുക. ഇനി ഇതിലേക്ക് ഞാൻ 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ നെയ്യും കൂടെ ഒഴിച്ച് തിളപ്പിച്ചെടുക്കുക. ആ തിളച്ച എണ്ണയും നെയ്യും നമ്മൾ എടുത്തു വെച്ചേക്കുന്ന ഈ മാവിൻ്റെ കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ഇത് നമ്മുടെ കൈ എണ്ണയിൽ മുങ്ങാതെ അതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമുക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇപ്പോൾ കണ്ടല്ലോ, ഇതുപോലെ ഒന്ന് കുറേശ്ശെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, ഞാനിവിടെ പൊടിയുപ്പ് ഇല്ലാത്തതുകൊണ്ട് ഉപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്ത് നമുക്ക് കുഴച്ചെടുക്കണം. ഉപ്പ് ആവശ്യത്തിന് കുഴച്ചതിന് ശേഷം നമുക്കിനി കുറേശ്ശെ വെള്ളം ഒഴിച്ച്, ഒത്തിരി വെള്ളം ഒഴിച്ച് കുഴക്കരുത്. ഇടിയപ്പം മാവിൻ്റെ പരുവത്തിന് നമുക്ക് നല്ല കുറേശ്ശെ വെള്ളം ഒഴിച്ചൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ മാവ് ഇവിടെ നല്ല പരുവത്തിന് കിട്ടിയിട്ടുണ്ട്. കണ്ടല്ലോ, ഈ പരുവത്തിന് നമുക്ക് മാവ് കുഴച്ചെടുക്കാം. ഇനി ഇതിന് ശേഷം നമുക്ക് പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ തിളപ്പിക്കാൻ വയ്ക്കാം. എണ്ണ തിളച്ച് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇടിയപ്പത്തിൻ്റെ സേവനാഴിയില്ലേ, സേവനാഴിക്കകത്ത് നമുക്ക് ഏത് മോഡലാണോ വേണ്ടത് അതിനനുസരിച്ച് ചില്ലിട്ട് നമുക്ക് പിഴിഞ്ഞെടുക്കാം. അത് ഒരു പാത്രത്തിൽ പിഴിഞ്ഞതിന് ശേഷം കയ്യെ തട്ടിയിടാം. അല്ലെങ്കിൽ നേരിട്ട് നമുക്ക് തവിയോ എന്തെങ്കിലും ഉപയോഗിക്കുന്ന, നമ്മളിപ്പോൾ ചട്ടുവാണെങ്കിൽ അതിൻ്റെ മണ്ടയ്ക്ക് വെച്ചിട്ട് തന്നെ നമുക്ക് പിഴിഞ്ഞ എണ്ണയ്ക്കകത്തോട്ട് ഇടാം. അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് ഒരു അബദ്ധം പറ്റി. വീഡിയോ എടുത്തുകൊണ്ട് നിന്നപ്പോൾ നമ്മുടെ ഫോണൊന്ന് അമിതമായിട്ട് ചൂടായി, ഞങ്ങൾ ആരും അറിഞ്ഞില്ല. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ അതിൽ തന്നെ ഫോണിൽ തന്നെ കൗണ്ട് ഡൗൺ സ്റ്റാർട്ടായി, 1 2 3 അങ്ങനെ വീഡിയോ കംപ്ലീറ്റ് ബാക്കായി പോയി. നല്ല ഭാഗ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോ എടുക്കുന്നവരെല്ലാം ഒന്ന് ശ്രദ്ധിച്ചോണം കേട്ടോ. ഈ ചൂടും നമ്മുടെ അടുപ്പിൻ്റെ അടുത്തൊക്കെ വെച്ച് ഒത്തിരി നേരം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, ചൂടും പൊട്ടിത്തെറിക്കാനൊക്കെ സാധ്യതയുണ്ട്. എന്തായാലും ദൈവം കാത്തു. അപ്പോൾ എല്ലാവരും അത് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ മുറുക്ക് അതുകൊണ്ട് ഒത്തിരി വീഡിയോ എനിക്ക് ഇടാൻ പറ്റിയില്ല. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കി നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോകല്ലേ. ബായ്.